LS മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 49 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പോഷൻ യോശുവ 6 മുതൽ 9 വരെയും ലൂക്കോസ് 5-ാം അധ്യായത്തിൽ നിന്നുമായിരുന്നു ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആൻസേഴ്സ് റിവീൽ ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഞാൻ ചോദ്യം പറയുന്നു കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു സംഗീത ഉപകരണം നിർമ്മിച്ചത് ഒരു മൃഗത്തിന്റെ അവയവം കൊണ്ടാണ്. സംഗീത ഉപകരണം ഏത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഉത്തരം കാഹളം എന്നുള്ളതാണ്. അതിൽ മൃഗാവയവം ആട്ടിൻ കൊമ്പ് കൊണ്ട് എന്നുള്ളതാണ്. യോശുവ 6:4 ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: വളരെ ദൂരെയുള്ള പ്രയാണം എന്നർത്ഥമുള്ള ഒരു വാക്ക് എന്ത് എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം അതിദീർഘ യാത്ര എന്നുള്ളതാണ്. യോശുവ 9:13 ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം: പിടിക്കപ്പെട്ടത് ആരെല്ലാം അല്ലെങ്കിൽ ഏതെല്ലാം എന്നുള്ളതായിരുന്നു. ഉത്തരം യഹൂദ ഗോത്രം. യോശുവ 7:16. സർഹ്യകുലം യോശുവ 7:17. സബ്ദി യോശുവ 7:17. ആഖാൻ യോശുവ 7:18. അപ്പൊ ഇതാണ് ഇതിന്റെ ഉത്തരങ്ങൾ കേട്ടോ. നാലാമത്തെ ചോദ്യം: പുതിയ നിയമ പാഠഭാഗത്ത് യേശു സൗഖ്യമാക്കിയ രോഗങ്ങൾ ഏവ എന്നുള്ളതായിരുന്നു. ഉത്തരം കുഷ്ഠം, പക്ഷവാതം. ലൂക്കോസ് 5:13, അതുപോലെ 18, 24 വാക്യങ്ങളിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ചോദ്യം: ഒരു ദേശത്തിന്റെ പേരോടുകൂടെയുള്ള വിലപിടിപ്പുള്ള ഒരു വസ്ത്രം ഏത് എന്നുള്ളതായിരുന്നു. ഉത്തരം ബാബിലോണ്യ മേലങ്കി എന്നുള്ളതാണ്. യോശുവ 7:21 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഇന്നലെ ചോദിച്ച 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്. എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് അയക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻ പറയുന്നു യോശുവ 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളും ലൂക്കോസ് 6-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കേട്ടോ. എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളൂ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.